കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ലോഡ്ജ് മുറിയിൽ യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന അബ്ദുൾ സനൂഫ് ബംഗളൂരുവിലെന്ന് സൂചന. അബ്ദുൾ സനൂഫിനെ തേടി അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് തിരിച്ചു. ഇയാൾ ഉപയോഗിച്ചിരുന്ന കാറ് കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നും പോലീസ് കണ്ടെടുത്തിരുന്നു. രമ്യ ദാസാണ് വിവരങ്ങളുമായിട്ട് ചേരുന്നത്. രമ്യ, ഏറെ ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു. സംഭവം നടന്ന് 2 ദിവസമായിട്ടും പ്രതിയെ കണ്ടെത്താനായിട്ടില്ല. അതിലാണിപ്പോൾ പ്രതിയുടെ സൂചന ലഭിച്ചിരിക്കുന്നത്. വിവരം നൽകാം. തീർച്ചയായും സ്വാതി, കാരണം 2 ദിവസമായി നടന്ന ഈ ഒരു കൊലപാതകത്തിലാണ് ഇപ്പോൾ പ്രതി ബാംഗ്ലൂരിലുണ്ട് സൂചനയും അങ്ങോട്ട് തിരിച്ചിട്ടുള്ളത്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് ലോഡ്ജ് മുറിയിൽ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിലാണിത്. അതായത് ഇത് നടന്ന ശേഷം ചൊവ്വാഴ്ചയാണ് ഈ യുവതിയെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്നാൽ ഇവർക്കൊപ്പം ഒരാൾ മുറിയെടുത്തിരുന്നു എന്നുള്ള സൂചന ലഭിച്ചിരുന്നു. എന്നാൽ വ്യക്തമായ പ്രൂഫോ മറ്റു കാര്യങ്ങളോ ലോഡ്ജ് മുറിയിൽ ഇവർ നൽകിയിരുന്നില്ല. അതായിരുന്നു പോലീസിനെ ഏറെ കുഴക്കിയിരുന്ന സംഭവം കൂടി. ഇതിലാണ് ഇപ്പോൾ ഏകദേശം ഒരു സൂചന നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇദ്ദേഹം അതായത് സംഭവത്തിന് ശേഷം കാറിൽ പാലക്കാട്ടെത്തുകയും അവിടെ നിന്നും KSRTC ബസ്സിൽ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ടെന്നാണ് കിട്ടിയ വിവരം. അതായത് ഇന്ധനം തീർന്ന ശേഷം കാറ് പാലക്കാട് ഉപേക്ഷിച്ച് ബസ്സിലാണ് ഇദ്ദേഹം ബാംഗ്ലൂരിലേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് സൂചന. ഇതിനെ തുടർന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ ബാംഗ്ലൂരിലേക്ക് തിരിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ തന്നെയാണ് പോലീസ് ബാംഗ്ലൂരിലേക്ക് തിരിച്ചിട്ടുള്ളത്. ശരി രമ്യ. സ്വാതി.